ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. എന്താ ചന്ദ്രിക, എവിടെയാണ് പ്രശ്നം എന്ന് പറഞ്ഞ് സിദ്ധു ചന്ദ്രികയെ പൊക്കിയെടുത്ത് കാല് നോക്കുകയാണ്. താഴെ ഒരിടത്തിരുത്തിയിട്ട് കാലൊക്കെ തടവി കൊടുക്കുകയാണ്, തിരുമ്മി കൊടുക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയാണ്, സാർ 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 എന്താ ഇത്, ആൾക്കാരൊക്കെ കാണില്ലേ? എൻ്റെ കാലിങ്ങനെയായാൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? വെറുതെ ഇരിക്കണോ? കാണിക്ക്, ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് എന്താ വേണ്ടുന്നത് ചെയ്യാം. ആഹാ, വേദനിക്കുന്നു സാർ. നിക്ക് ചന്ദ്രിക, ഞാൻ നോക്കട്ടെ. സിദ്ധു ചന്ദ്രികയുടെ കാല് പിടിച്ച് ഓരോ ഭാഗവും നോക്കുകയാണ്, എങ്ങനെയാണുള്ളത് പൊസിഷൻ നോക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക സിദ്ധുവിനെ തന്നെ നോക്കുകയാണ്. വേദനിക്കുന്നു സാർ. മതി സാർ, എനിക്കിപ്പോൾ വേദനയില്ല. സിദ്ധു പറയാണ്, ചെരുപ്പിട്, എഴുന്നേൽക്ക്, വാ കൈ പിടിക്കാം. ചന്ദ്രികയ്ക്ക് പിന്നെ എണീച്ച് നിൽക്കാൻ പറ്റുന്നില്ല. സാർ, എനിക്ക് വേദനിക്കുന്നു സാർ, എനിക്ക് എണീച്ച് നിൽക്കാൻ പറ്റുന്നില്ല സാർ. എൻ്റെ കാൽ നരമ്പിന് എന്തോ പറ്റിയെന്നാണ് തോന്നുന്നത്. ശരി, ഒരുപാട് സ്ട്രെയിൻ ചെയ്യണ്ട, ഞാൻ നിന്നെ എടുത്തുകൊണ്ട് പോകാം. വേണ്ട, ഞാൻ പതുക്കെ നടന്നു വന്നോളാം. എൻ്റെ ചന്ദ്രികയെ, ഈ വേദനയെക്കുറിച്ച് പിന്നെ എല്ലുപൊട്ടലോ മറ്റോ ഉണ്ടായാലോ? ഞാൻ നിന്നെ എടുത്തുകൊണ്ട് പോകാം, ഇവിടെ തന്നെയല്ലേ. അയ്യോ വേണ്ട സാർ, ഞാൻ നടന്നു വന്നോളാം. ശരി, എഴുന്നേൽക്കുക, ഒന്നുമില്ല. പതുക്കെ പതുക്കെ, ശ്രദ്ധിച്ച് ചന്ദ്രികയെ. കാറിൻ്റെ അടുത്ത് വരെ നടന്നു വന്നാൽ നിൻ്റെ കാലിന് കൂടുതൽ പരിക്ക് പറ്റിയുള്ളൂ. ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ നിന്നെ എടുത്തുകൊണ്ട് പോകാം. സാർ, ഞാൻ നടക്കാം. നിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞാൻ എടുത്തുകൊണ്ട് പോകാം. ഒടുവിൽ സിദ്ധു സ്വന്തം ഇഷ്ടത്തിന് എടുത്തുകൊണ്ട് പോവാണ്. എന്തിനാ സാർ സ്വന്തം ഇഷ്ടത്തിന് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത്? ആഴെ ഇറക്കി വിട് സാർ, എന്നെ മിണ്ടാതെ വരാൻ നോക്ക്. ആരെങ്കിലും കാണും സാർ, ക്ഷേത്രത്തിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. എന്താ പ്രശ്നം? അതിന് നിൻ്റെ കാലിന് പരിക്ക് പറ്റി, അതുകൊണ്ട് ഞാൻ പൊക്കി എടുത്തുകൊണ്ട് പോകുന്നു. ഇതിന് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറയാനുള്ള കാര്യം എന്താ ഉള്ളത്? അയ്യോ, എനിക്ക് വല്ലാതെ തോന്നുന്നു സാർ, ഇറക്കി വിടൂ സാർ. എനിക്ക് നാണം വല്ലാതെ തോന്നുന്നുണ്ടെങ്കിൽ കണ്ണടച്ച് മിണ്ടാതിരിക്കുക സാർ. പതുക്കെ കണ്ണടക്കങ്ങോട്ട്. എന്നോട് മിണ്ടാതെ നിൽക്കാനല്ലേ പറഞ്ഞേ? കെട്ടിപ്പിടിച്ച് നടക്കുന്ന ചന്ദ്രികയെ സിദ്ധു പതിയെ നോക്കിക്കൊണ്ട് കൊണ്ടുപോവുകയാണ്. ഒരു വിധത്തിൽ സിദ്ധു ചന്ദ്രികയെ വണ്ടിയിൽ കയറ്റി ഇരുത്തി. സാർ സാർ, ഒന്നുമില്ല, ഇരിക്കും. ചന്ദ്രിക പിന്നെ സിദ്ധുവിനെ തന്നെ നോക്കുകയാണ്. ആ സമയത്താണ് ശ്രദ്ധയിൽപ്പെട്ടത്. സിദ്ധുവിൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസിൽ മുടി കുടുങ്ങിയിട്ടാണുള്ളത്. അത് പതിയെ എടുത്തു കൊടുക്കുകയാണ്. സിദ്ധുവും കാറിൻ്റെ ഡോറടക്കാതെ ചന്ദ്രികയെ തന്നെ നോക്കി നിൽക്കുകയാണ്. പക്ഷേ ചന്ദ്രിക നാണത്തോടെ സിദ്ധുവിനെ നോക്കുകയാണ്. എന്താ ചന്ദ്രികയെ, നന്നായിട്ട് വേദനിക്കുന്നല്ലോ, ഹോസ്പിറ്റലിലേക്ക് പോകണോ? വേണ്ട സാർ, വീട്ടിൽ ചെന്ന് ഉപ്പ് വെച്ച് ആവി ഒഴിച്ചാൽ ശരിയാവും. പിന്നെ സിദ്ധുവിൻ്റെ സീറ്റിൽ വന്ന് വണ്ടി എടുക്കുകയാണ്. അപ്പോൾ വണ്ടി എടുത്ത് പോകുന്ന വഴി സിദ്ധു ചോദിക്കുകയാണ്, ചന്ദ്രികയെ, നീ എന്താ വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുന്നേ? ഞാൻ വേണ്ടാന്ന് പറഞ്ഞതല്ലേ സാർ. എന്തിനാ സാർ ക്ഷേത്രത്തിൽ വെച്ച് അത്രയും പേരുടെ മുന്നിൽ വെച്ച് എന്നെ എടുത്തത്? എനിക്ക് അങ്ങനെ എടുക്കാൻ പാടില്ലെന്നുണ്ടോ? അതിനുള്ള അവകാശം ഇല്ലെന്നുണ്ടോ? അങ്ങനെയല്ല സാർ, എൻ്റെ സ്ഥാനത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മയല്ലേ. പൊതുസ്ഥലത്ത് വെച്ച് സാറിനോട് ഇങ്ങനെ പെരുമാറുമ്പോൾ നാട്ടുകാർ എന്നെയല്ലേ കുറ്റം പറയാം? ചന്ദ്രികയെ, ഈ സമൂഹം ഉണ്ടല്ലോ, അത് എപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെയോ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അവർക്ക് വേണ്ടി ജീവിക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് വേണ്ടി ജീവിക്കാം. പിന്നെ കാണിക്കുന്നത് മേഘയും പ്രിയയും ഫംഗ്ഷന് വേണ്ടി തയ്യാറായിട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ വണ്ടിയെടുത്ത് പോകുന്ന വഴി അതിൻ്റെ സ്ഥലത്തെത്തിയപ്പോൾ മേഘ ഇറങ്ങി. അതിനുശേഷം പ്രിയയോട് പറയാണ്, പ്രിയേ വാ മോളെ. അപ്പോൾ അതിലുള്ള കൂട്ടുകാരെയൊക്കെ കണ്ടിട്ട് പ്രിയ അവരോടൊക്കെ പറയാണ്, ഹായ് മേഘ, കൃഷി സുഖമല്ലേ? ഐ ആം ഫൈൻ. പ്രിയയെ കണ്ടിട്ട് അവൻ ചോദിക്കുകയാണ്, ഇതാരാ? ഇത് എൻ്റെ മോളാ പ്രിയ. നിനക്ക് ഇത്രയും വലിയ മകളുണ്ടോ? വിശ്വസിക്കാനേ വയ്യ. ഒന്ന് പോ ഋഷി, വാ മേഘ. അവൻ പറയാണ്, ഹായ് ഗേയ്സ്, ഇതാ ആരാ വന്നിരിക്കുന്നത് കണ്ടോ? എല്ലാവരും പറയാണ്, ഹായ് മേഘ, ഹായ് മേഘ, ഹായ് മേഘ. ഇതൊക്കെ കണ്ട് പ്രിയയ്ക്ക് പേടി തോന്നുകയാണ്. മേഘയും പറയാണ് ഹായ്. അപ്പോൾ അവൻ പറയാണ്, എന്താ നമുക്കിനി പാർട്ടി ആരംഭിച്ചാലോ? തുടങ്ങാം. ശരി, തുടങ്ങാം. അപ്പം മേഘ പോയിട്ട് പ്രിയയോട് ചോദിക്കുകയാണ്, വിഷമിച്ചിരിക്കുന്ന പ്രിയയെ കണ്ടിട്ട് ചോദിക്കുകയാണ്, പ്രിയ എന്തെങ്കിലും കഴിക്കുന്നോ? വേണ്ട, എനിക്കൊന്നും വേണ്ട. ഐസ്ക്രീം ഉണ്ട്, നിനക്കിഷ്ടപ്പെട്ട കേക്കുണ്ട്, ഫ്രൂട്ട് ജ്യൂസ്, മിൽക്ക് ഷേക്ക്, എല്ലാം ഉണ്ട്. നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് എന്താ ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ചാൽ പോയി കഴിച്ചോ. എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും ആവശ്യമില്ല. ശരി, എന്നാൽ നീ ഇവിടെ തന്നെ ഇരിക്കും. ഫ്രണ്ട്സിനോട് പോയി സംസാരിച്ചിട്ട് വരാം. എങ്ങോട്ട് പോകരുതേ, ഞാൻ പാർട്ടി കഴിഞ്ഞ് വരുന്നത് വരെ ഇവിടെ തന്നെ ഇരിക്കണം കേട്ടോ. വാ, ഇവിടെ തന്നെ ഇരിക്കാം, എങ്ങോട്ടും പോകരുതേ. എന്നാൽ ഇതാ മേഘ എന്ന് പറഞ്ഞ് ഋഷി തന്നെയാണ് മേഘയ്ക്ക് കുടിക്കാനുള്ള ഡ്രിങ്ക്സ് കൊടുത്തത്. ഋഷിയും മേഘയും തമ്മിൽ ആട്ടവും പാട്ടവും ഒക്കെ തുടങ്ങി. എല്ലാവരും ഗ്രൂപ്പായിട്ട് പരസ്പരം ഡാൻസും പാട്ടും കൂത്തും ഒക്കെ ചെയ്യാണ്. അത് കണ്ട് പ്രിയയ്ക്ക് വല്ലാത്ത വിഷമം തോന്നാണ്. അത് കഴിഞ്ഞ് ഋഷി പതിയെ അവിടുന്ന് എസ്കേപ്പായി പ്രിയയുടെ അടുത്ത് വന്നിരുന്നിട്ട് പ്രിയയോട് പറയാണ്, ഹായ്, ജ്യൂസ് എന്തെങ്കിലും കുടിക്കുന്നോ? എനിക്ക് വേണ്ട. നിനക്ക് അമ്മയുടെ കൂടെ ചേർന്ന് ഡാൻസ് ചെയ്തൂടെ?
ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3rd സ്റ്റാൻഡേർഡ്. ഓ അതെയോ. നിനക്ക് ഞാൻ ഐസ്ക്രീം കൊണ്ടുതരട്ടെ, കഴിക്കുന്നോ? എനിക്കൊന്നും വേണ്ട, കഴിക്കുന്നേ. പ്രിയയോട് ആക്ഷനായിട്ട് ഓരോന്നും അയാൾ ചോദിക്കുകയാണ്. പ്രിയയും അതുപോലെ മറുപടി കൊടുക്കുകയാണ്. അതേസമയം മേഘ അവിടെ നിന്നും ഡ്രിങ്ക്സ് കഴിച്ച് വല്ലാതായി. അയാളുടെ അടുത്ത് നിന്നും എഴുന്നേറ്റ് പോവാണ്. അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ നമുക്ക് വീട്ടിൽ പോകാം അമ്മേ, എനിക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ല. ഇതുവരെ പാർട്ടി കഴിഞ്ഞിട്ടില്ല, അതിനുള്ളിൽ വിളിക്കണോ നീ ഇങ്ങോട്ട് വരാൻ പാടില്ല, നീ ഞാൻ പറഞ്ഞ സ്ഥലത്ത് പോയിരിക്കെ. ഓ അമ്മേ, എനിക്ക് പേടിയാവുന്നമ്മേ. ആ അമ്മേ എൻ്റെ കൂടെ. ഞാൻ നല്ല തിരക്കിലാണടി. ഒരു പാർട്ടി എൻജോയ് ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ വെറുതെ നിന്ന് ചിണങ്ങിക്കൊണ്ടിരിക്കുക. നീ അവിടെ ചെന്നിരിക്കുക, പാർട്ടി കഴിയുന്നത് വരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. മേഘ വീണ്ടും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പ്രിയ പോയിട്ടില്ല. അപ്പോൾ മേഘ പറയാണ്, ഏയ് എന്തിനാ ഇവിടെ തന്നെ നിൽക്കുന്നത്, എനിക്ക് അവിടെ പോകാൻ ഇഷ്ടമില്ല. എന്നാൽ പോയി കാറിലിരിക്കുക എന്ന് ചാവി എടുത്ത് കൊടുത്തിട്ട് പറയാണ്, പോയി കാറിലിരിക്കുക. പോയി കാറിലിരുന്നോ, ഞാൻ വരാം. പ്രിയ അവിടെ നിന്ന് ദേഷ്യത്തോടെ പോവുകയാണ്. പോകുന്ന വഴി പ്രിയ മേഘയുടെ ഫോൺ കാണുകയാണ്. അപ്പോൾ ഫോണും എടുത്ത് കയ്യിൽ വെച്ചു. പ്രിയ അപ്പം തന്നെ മനീഷിനെ ഫോൺ ചെയ്യാണ്. മനീഷ് ഫോൺ എടുത്തിട്ട് പറയാണ്, ഹലോ മേഘ. ഞാൻ മേഘയല്ല, ഞാൻ പ്രിയ അച്ഛാ. പറ മോളെ, എന്ത് പറ്റി? എന്താ മോളെ ശബ്ദം വല്ലാതിരിക്കുന്നത്? എല്ലാ കാര്യവും അച്ഛനടുത്ത് പറയാണ്. വാ അമ്മേ എൻ്റെ കൂടെ. പ്രിയ നല്ല തിരക്കിലാണെടി, അതൊക്കെ അച്ഛനടുത്ത് വിളിച്ച് പറയാണ്. പ്രിയ പാർട്ടി എൻജോയ് ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ വെറുതെ നിന്ന് ചിണുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ മേഘ എന്തെടുക്കുക? അമ്മ ഡാൻസ് ചെയ്യുക. പ്രിയയ്ക്ക് അവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളപ്പോൾ അവൾ കുടിച്ച് പാർട്ടി ആഘോഷിക്കുന്നു. അച്ഛാ എനിക്ക് പേടിയാവുന്നു, ഒന്ന് വേഗം വാ, ഞാൻ വരാം പ്രിയ. മോള് പേടിക്കണ്ട, അച്ഛൻ പെട്ടെന്ന് തന്നെ വരാം. ഓക്കെ മോളെ. ശരി അച്ഛാ. ശരി മോളെ. മോള് ഫോൺ വെച്ചോ, അച്ഛൻ ഇപ്പം വരാം. പ്രിയ എന്നിട്ട് അമ്മ വെച്ചെടുത്ത് തന്നെ ഫോൺ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് നേരെ പ്രിയ പോയി കാറിലിരുന്നു. പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയാണ്. ചന്ദ്രിക വീട്ടിൽ വന്ന് ചൂട് പിടിക്കുകയാണ് കാലിന്. വിളക്കാണെങ്കിൽ കെട്ടുപോയി. അപ്പോൾ അവൾ പറയാണ്, അയ്യോ മണ്ണെണ്ണ തീർന്നല്ലോ, ഈ നേരത്തിന് എങ്ങോട്ട് പോകാനാ? അപ്പോഴേക്കും അവിടെ സിദ്ധു വരികയാണ്. ചന്ദ്രികയെ. ആ സാർ. ഇപ്പോൾ എന്ത് ചെയ്യുക? കാലിൽ ഉപ്പുകിഴി ചൂടാക്കി വെക്കുക സാർ. ഉപ്പുകിഴി ചൂടാക്കി വെച്ചാൽ വേദന മാറുമോ? ഞങ്ങളെ നാട്ടിലെ വൈദ്യന്മാരൊക്കെ ഇങ്ങനെ ചെയ്യാം. ശരി ശരി, എന്നാൽ പിന്നെ ചൂട് വെച്ചോ. അല്ല, ഈ വിളക്കിൽ വെച്ച് ചൂടാക്കിയ കല്ലുപ്പ് പിടിക്കേണ്ടത്. വിളക്കിലെ മണ്ണെണ്ണ തീർന്നുപോയി. മണ്ണെണ്ണയ്ക്ക് ഇപ്പോൾ എവിടെ പോകാനാ? അതുകൊണ്ടിനി എങ്ങനെ ചൂട് പിടിക്കാം എന്ന് ഓർത്തിരിക്കുകയായിരുന്നു. അതേ, കൂടുതൽ സമയം പിടിക്കേണ്ടതാ. വിളക്കിലെ എണ്ണയില്ലെങ്കിൽ എന്താ, എൻ്റെ കയ്യിൽ മെഴുകുതിരിയുണ്ട്, ഞാൻ പോയി അതെടുത്ത്. നീ ഇവിടെ ഇരിക്ക്, ഞാൻ പോയി പെട്ടെന്ന് എടുത്തു വരാം. സിദ്ധു പോയി മെഴുകുതിരി എടുത്തു വന്നു. എന്നിട്ട് ചന്ദ്രികയ്ക്ക് കൊടുക്കുകയാണ്. ചന്ദ്രികയോട് സിദ്ധു പറയാണ്, ഏയ് നീ ഇരിക്ക്, ഞാൻ ചെയ്തു തരാം. നീ അനങ്ങേണ്ട ആവശ്യമില്ല, ഞാൻ ചെയ്തു തരാം. സിദ്ധു മെഴുകുതിരി തീപ്പെട്ടി വെച്ച് കത്തിക്കുകയാണ്. സിദ്ധു ചൂടാക്കിയിട്ട് ചന്ദ്രികയ്ക്ക് കൊടുത്തു. ഇതാ പിടിച്ചോ. അല്ല ചന്ദ്രികയെ, അങ്കിളിനെയും ആൻറ്റിയെയും ഒന്നും കാണുന്നില്ലല്ലോ. അവർ മലറിനെയും കൊണ്ട് പാർക്കിൽ പോയിരിക്കുക. വേദന കൊണ്ട് ജീവൻ പോവുക സാർ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഡോക്ടറെ അടുത്ത് മറ്റോ പോകാമെന്ന്. വേണ്ട സാർ, ഈ ഉപ്പ് കിഴി വെക്കുമ്പോൾ തന്നെ വേദന മാറും. എന്നാൽ പിന്നെ ഇങ്ങെടുക്ക്, ഞാൻ തന്നെ വെച്ച് തരാം. അത് വേണ്ട സാർ. എന്താ ചന്ദ്രികയെ, ഇങ്ങെടുക്ക്, ഞാൻ തന്നെ വെച്ച് തരാം. ചുമ്മാ കിടന്ന് കൊച്ചുകുട്ടികളെ പോലെ തനിച്ചെങ്ങനെയാണ് ചൂട് വെക്കാൻ പറ്റുക? പിന്നെ സിദ്ധു തന്നെ നന്നായിട്ട് ചൂട് വെച്ച് കൊടുക്കാണ്. സാർ പതുക്കെ. ഇല്ല ഒന്നുമില്ല. വേദന കൊണ്ട് സിദ്ധുവിൻ്റെ കയ്യിൽ കയറി പിടിച്ചു ചന്ദ്രിക. അപ്പോൾ സിദ്ധു ചന്ദ്രികയെ തന്നെ നോക്കുകയാണ്. ചന്ദ്രികയും സിദ്ധുവിനെ തന്നെ നോക്കുകയാണ്. ആ ടൈമിലൊരു പാട്ടാണുള്ളത്. രണ്ടുപേരും നാണത്തോടെ പരസ്പരം നോക്കുകയാണ്. അതേസമയം സിദ്ധുവിൻ്റെ പാട്ട് കഴിയുമ്പോഴേക്കും ചന്ദ്രിക ഉറങ്ങിപ്പോയി. ഉറങ്ങിക്കിടക്കുന്ന ചന്ദ്രികയെ തന്നെ നോക്കി സിദ്ധു ചിരിക്കുകയാണ്. പ്രിയ വിഷമത്തോടെ കാറിലിരിക്കുകയാണ്. പേടിയും വിഷമവും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മേഘയുടെ കൂട്ടുകാരൻ, നേരത്തെ പറഞ്ഞ കൂട്ടുകാരൻ കാറിൽ കയറിയത്. എന്താ പ്രിയ, നിനക്ക് അവിടെ ഇരിക്കുന്നത് ഇഷ്ടമല്ലേ? പ്രിയ അയാൾ കയറിയപ്പോൾ തന്നെ കുറച്ച് മാറിയിരിക്കുകയാണ്. അയാളാണെങ്കിൽ ഒരു കള്ളലക്ഷണത്തോടെ കള്ളച്ചിരിയിരിക്കുകയാണ്. ഡ്രസ്സിൽ നീ നല്ല സുന്ദരിയായിട്ടുണ്ട്. നോക്ക് എന്തൊക്കെയാണ് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. എനിക്ക് വേണ്ട. അതെന്താ പ്രിയ? ഇത് കഴിക്ക്. ഇതാ കഴിക്കുമ്പോളെ. മേഘയൊക്കെ ബോധം കെട്ട രീതിയിലായി. അപ്പോൾ അതേ സമയത്ത് പ്രിയയോട് അവൻ എന്തൊക്കെയോ പറയാണ്. ഇത് കഴിക്ക്, നീ കഴിക്കിത്. അതേസമയം മനീഷ് ധൃതി പിടിച്ച് വണ്ടിയിൽ അവിടേക്ക് വരികയാണ്. അപ്പോൾ അവൻ മേഘയുടെ കൂട്ടുകാരൻ പ്രിയയോട് പറയാണ്, ഒച്ച എടുത്താലുണ്ടല്ലോ നിന്നെ ഞാൻ ശരിയാക്കി കളയും. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത് പ്രിയയോട് അവൻ വല്ലാത്ത രീതിയിൽ പെരുമാറുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.